Hi all, welcome to Life Science Academy. നമ്മളുടെ സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. എക്സാം ഈ വർഷം തന്നെ ഉണ്ട്. ഡിസംബർ 30, 2025 തന്നെ നമ്മുടെ എക്സാം ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ഒരു എക്സാം ശരിക്കും എക്സ്പെക്ട് ചെയ്തത് അടുത്ത വർഷത്തേനാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, പെട്ടെന്ന് കൺഫർമേഷനും വരുന്നു. എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം MSc കെമിസ്ട്രി, MSc ഫോറൻസിക് സയൻസ്, അതുപോലെ തന്നെ MSc ബയോ കെമിസ്ട്രി, ആ ഒരു 3 സ്ട്രീമിൽ പെട്ട മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കാണ് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനും എഴുതാനും ഒക്കെ ആയിട്ട് സാധിക്കുക. സോ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട്, കൺഫർമേഷൻ വന്നിട്ടുണ്ട്. സോ കൺഫർമേഷൻ ആദ്യം തന്നെ കൊടുത്തോളുക. എക്സാം ഡേറ്റ് ഡിസംബർ 30 ആണ്. നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പം എക്സാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ഓടിച്ചു പറയാം. കാറ്റഗറി നമ്പർ വരുന്നത് 185/2025 ആണ്. കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം 22/9/25 തൊട്ട് 11/10/2025 വരെയാണ്. അതായത് അവസാനത്തേന് നിങ്ങൾ വെക്കണ്ട, അടുത്ത മാസം 11-ാം തീയതി വരെ ഉണ്ട് എന്ന് വിചാരിച്ച് അവസാനത്തിന് വെക്കണ്ട. ആദ്യം തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കൺഫർമേഷൻ കൊടുത്തേക്കുക. ദെൻ എക്സാമിനേഷൻ ഡേറ്റ് ഡിസംബർ 30, 2025 ആണ്. സിലബസ് കഴിഞ്ഞ തവണ നടത്തിയ എക്സാമിൽ നടത്തിയ അതേ സെയിം സിലബസ്. കഴിഞ്ഞ ലാസ്റ്റ് എക്സാം 2020 നോട്ടിഫിക്കേഷൻ വരുന്നത്. 21 എക്സാം നടന്നത്. 21 നടന്ന അതേ സിലബസ് തന്നെയാണ്. സിലബസിനകത്ത് മാറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് 10,821 പേരാണ് ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 സ്ട്രീമുകളുണ്ട് നമുക്ക്. MSc കെമിസ്ട്രി, MSc ഫോറൻസിക് സയൻസ് ആൻഡ് MSc ബയോ കെമിസ്ട്രി. 3 സ്ട്രീമിൽ നിന്നും മൊത്തം 10,000 കുട്ടികൾ അടുത്താണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി കൺഫർമേഷൻ ഒക്കെ കഴിയുന്ന സമയത്ത്, കൺഫർമേഷൻ കൊടുത്തു കഴിയുന്ന സമയത്ത് ഈ നമ്പറിനകത്ത് വീണ്ടും വ്യത്യാസങ്ങൾ വരും. ബട്ട് സ്റ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, നിങ്ങൾ ഇതിന്റെ പ്രീവിയസ് കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. അതുപോലെ അഡ്വൈസ്, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 14/2/2025 ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ വലിയൊരു അവസരമാണ് എന്ന് പറഞ്ഞത്. സോ നല്ലൊരു അവസരമാണ്. നിങ്ങൾ MSc കെമിസ്ട്രി, MSc ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ MSc ബയോ കെമിസ്ട്രിയിലുള്ള ഈ എക്സാമിന് അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒട്ടും അമാദിക്കാതെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സിലബസ് വെച്ച് പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് സാധിക്കും. നമുക്ക് ജസ്റ്റ് ഈ ഒരു എക്സാമിനേഷന്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് കെമിസ്ട്രി, ഫോറൻസിക് സയൻസ് ആൻഡ് ബയോ കെമിസ്ട്രിക്കകത്തുനിന്ന് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുന്നത്. 4 യൂണിറ്റുകളാണ് നമുക്ക് കെമിസ്ട്രിക്ക് ഉള്ളത്. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓർഗാനിക്കിൽ നിന്നും 7 മാർക്ക്, ഫിസിക്കൽ കെമിസ്ട്രി നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ദെൻ ഇൻസ്ട്രുമെന്റേഷൻ മെത്തേഡ്സ് ഇൻ കെമിക്കൽ അനാലിസിസിൽ നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവർക്കാണെങ്കിൽ ആ ലാസ്റ്റ് പറഞ്ഞ ഇൻസ്ട്രുമെന്റേഷൻ മെത്തേഡ്സ് ഇൻ കെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് അറിയാം. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. അതിനകത്ത് കുറെ അധികം ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രിൻസിപ്പിൾസും അതിന്റെ ഇൻസ്ട്രുമെന്റേഷനും കാര്യങ്ങളും ഒക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. 8 മാർക്ക് ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്കുണ്ട്. ബാക്കിയുള്ള ഇനോർഗാനിക്കിൽ നിന്നും ഓർഗാനിക്കിൽ നിന്നുള്ള വെയിറ്റേജ് നോക്കുക. 7 മാർക്കാണ്. ഫിസിക്കൽ കെമിസ്ട്രിന്ന് 8 മാർക്കിന്റെ വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. അതുപോലെ നിങ്ങളെ സിലബസ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം, ഓടിച്ചൊന്ന് പറയാം. സോ സിലബസിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ യൂണിറ്റുകളാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരുപാട് വലിച്ചു വാരി ഒന്നും കൊടുത്തിട്ടില്ല. ആവശ്യമുള്ളത് മാത്രമേ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഫോറൻസിക് സയൻസിനകത്ത് നമുക്ക് 10 യൂണിറ്റുകളുണ്ട്. മൊത്തം 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഫോറൻസിക് സയൻസിൽ നിന്ന് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഫോറൻസിക് സയൻസിനാണ്. സോ 10 യൂണിറ്റുകളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കുകയൊന്നും അല്ല. 10 യൂണിറ്റുകളും വളരെ ചെറിയ യൂണിറ്റുകളാണ് ചിലതൊക്കെ. അപ്പൊ ഒരു യൂണിറ്റിൽ നിന്ന് മിനിമം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഒരു 5 യൂണിറ്റ് എങ്കിലും നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തു നിന്നുള്ള ഫോറൻസിക് സയൻസിൽ നിന്നുള്ള വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടും. ഇനി ബയോ കെമിസ്ട്രിക്കകത്തൊന്നും 30 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. 4 മൊഡ്യൂളുകളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. സോ ബയോ കെമിസ്ട്രിക്കകത്തും 4 മൊഡ്യൂള് 30 മാർക്ക്. അപ്പൊ കെമിസ്ട്രിക്കും ബയോ കെമിസ്ട്രിക്കും 30, ഫോറൻസിക് സയൻസിന് 40, അങ്ങനെ മൊത്തം നമുക്ക് 100 മാർക്ക് 1.5 മണിക്കൂർ. ഓക്കെ, അപ്പം ബയോ കെമിസ്ട്രിക്കകത്ത് ആദ്യത്തെ മൊഡ്യൂൾ ബയോമോളിക്യൂൾസ് ആൻഡ് ബയോകെമിക്കൽ ടെക്നിക്സ് 7 മാർക്ക്. ദെൻ ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിക്കൽ ബേസ് ഓഫ് ഡിസീസ് 7 മാർക്ക്. മെറ്റബോളിസം 8 മാർക്ക്. ദെൻ ഇമ്മ്യൂണോളജി 8 മാർക്ക്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സോ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളുടെ ആപ്പിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ എക്സാമിനേഷന്റെ ഒരു സ്ട്രക്ചർ. അപ്പം ഇത് ലാസ്റ്റ് തവണ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്പർ ഓഫ് വേക്കൻസി നിങ്ങൾ നോക്കുക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിരുന്നു കൊടുത്തിരുന്നത്. 20 നോട്ടിഫിക്കേഷൻ വന്നത്. ദെൻ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ആണ്, ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ ആ ഒരു മാർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. സോ 40 മാർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക്. ദെൻ സെക്കൻഡ് റാങ്ക് ആണ് 35, തേർഡ് 34,
32. ഓക്കെ, ആദ്യത്തെ 3 റാങ്ക് ഒഴിച്ച് ബാക്കി അങ്ങോട്ട് 32 താഴെ അല്ലെങ്കിൽ ഒരു 25നും അല്ലെങ്കിൽ 30നും ഇടയ്ക്കുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മെയിൻ ലിസ്റ്റിൽ 30 പേരോളം ഉണ്ടായിരുന്നു. കട്ട് ഓഫ് മാർക്ക് ഈ ഒരു എക്സാമിന്റെ 26 മാർക്കായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി അഡ്വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 14/2/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഇതുവരെ ടോട്ടൽ 6 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അപ്ലൈ ചെയ്യാതൊക്കെ ഇരിക്കും. സോ അങ്ങനെയല്ല, 6 വേക്കൻസീസ് 6 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് വേക്കൻസി 14/2/2025 പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇനി നമ്മൾ സിലബസിലേക്ക് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു 40 മാർക്കാണ് കഴിഞ്ഞ വട്ടം ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് 3 സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒരു 50% നിങ്ങൾ സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ഫോറൻസിക്കിനകത്തുനിന്ന് 10 യൂണിറ്റുകളുണ്ട്, 5 യൂണിറ്റുകൾ പഠിക്കുക, 20 മാർക്ക് അവിടുന്ന് കിട്ടും. കെമിസ്ട്രി ആണെങ്കിലും പകുതി 15. അപ്പം നമുക്ക് ഏകദേശം നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 50 മാർക്കിനടുത്ത് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒരു 50% നിങ്ങൾ ബയോ കെമിസ്ട്രി പഠിക്കുക, ഒരു 50% നിങ്ങളുടെ സബ്ജക്റ്റിനകത്തുനിന്ന് നിങ്ങൾ മാക്സിമം പഠിക്കുക. നിങ്ങളുടെ സബ്ജക്ട് അല്ലാത്ത ടോപ്പിക്കിൽ ഒരു 50% നിങ്ങൾ പഠിക്കുക. സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ടോപ്പ് റാങ്കിൽ എത്താനായിട്ടും സാധിക്കും. ഓക്കെ, സോ ബയോകെമിസ്ട്രിക്കകത്തെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ബയോമോളിക്യൂൾസ് ആൻഡ് ബയോകെമിക്കൽ ടെക്നിക്സ് ആണ്. നിങ്ങൾ നോക്കുക, ഒത്തിരി വലിച്ചു വാരിയൊന്നും കൊടുത്തിട്ടില്ല. കറക്റ്റ് ആയിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഈ സിലബസ് നോക്കി നിങ്ങൾ പഠിക്കുക. 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. സോ കറക്റ്റ് ആയിട്ട് ഈ സിലബസിനെ ഔട്ട്ലൈൻ ആയിട്ട് കണ്ടാൽ മതി. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുക. സോ സെക്കൻഡ് മൊഡ്യൂൾ ന്യൂട്രീഷൻ ആണ്, 7 മാർക്ക്. വളരെ കൺസൈസ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേ പോയിന്റുകളെല്ലാം നിങ്ങളൊന്ന് നോക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. സോ തേർഡ് മൊഡ്യൂൾ മെറ്റബോളിസം, ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ മോളിക്കുലർ ബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി 8 മാർക്ക്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ബയോ കെമിസ്ട്രിയുടെ സിലബസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആ ഓരോ പോയിന്റ് നോക്കി കറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്താൽ മതി. നമ്മൾ ഈ ഒരു സിലബസിനെ ഓറിയന്റ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, കെമിസ്ട്രിക്കകത്ത് സാധാരണ വളരെ വലിച്ചു വാരിയുള്ള സിലബസ് ആണ് കൊടുക്കുക. പക്ഷെ നിങ്ങൾ നോക്കുക, കെമിസ്ട്രിയിലെ ഫസ്റ്റ് യൂണിറ്റ് ഇനോർഗാനിക് യൂണിറ്റ് ആണ്. ഇനോർഗാനിക് യൂണിറ്റിനകത്തുനിന്ന് കോർഡിനേഷൻ കെമിസ്ട്രി, ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി, അതിനകത്ത് തന്നെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ കോർഡിനേഷനകത്താണെങ്കിൽ തിയറീസ് ഓഫ് മെറ്റൽ കോംപ്ലക്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ സ്പെക്ട്രൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ദെൻ ഓർഗാനോമെറ്റാലിക്സ് ആണെങ്കിൽ ഒരുപാട് വലിച്ചു വാരി കൊടുത്തിട്ടില്ല, നിങ്ങൾ നോക്കേണ്ട പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്, നമ്മുടെ ബോറോൺ ഫാമിലിയും കാർബൺ ഫാമിലിയും കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. എഫ് ബ്ലോക്ക് എലമെന്റ്സ്, ദെൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി. ദെൻ ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രിക്കും അതുപോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പിക്കുമാണ് കൂടുതൽ വെയിറ്റേജ് അവർ കൊടുത്തിട്ടുള്ളത്. ബാക്കി പെരിസൈക്ലിക് റിയാക്ഷൻസും മറ്റു കാര്യങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. സോ സ്റ്റീരിയോയും നിങ്ങളുടെ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയുമാണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ 7 മാർക്കാണ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 മാർക്കാണ്. വെയിറ്റേജ് ഇച്ചിരി കൂടുതലാണ്, 1 മാർക്ക് കൂടെ കൂടുതലുണ്ട്. സോ ക്വാണ്ടം മെക്കാനിക്സ്, ബേസിക് ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിക്കൽ തെർമോഡൈനാമിക്സ്, മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി, കൈനറ്റിക്സ് ആൻഡ് എൻസൈം കാറ്റലിസിസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിസിക്കലിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഈ സിലബസ് നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യണം. നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു സിലബസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് യൂണിറ്റ് ഇൻസ്ട്രുമെന്റേഷൻസ് ആണ്. സോ ഇതിനകത്ത് മെയിൻ ആയിട്ട് പ്രിൻസിപ്പിൾ, ഇൻസ്ട്രുമെന്റേഷൻ, ഇവരുടെ ആപ്ലിക്കേഷൻസ്, അതാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി ഫോറൻസിക് ഞാൻ പറഞ്ഞു, ഫോറൻസിക്കിനകത്ത് 10 യൂണിറ്റ് ഉണ്ട്. 10 യൂണിറ്റ് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് വിചാരിക്കരുത്. ആദ്യത്തെ 2 യൂണിറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. സോ ഫസ്റ്റ് യൂണിറ്റിനകത്ത് ഫോറൻസിക് സയൻസ്, അതിന്റെ ഹിസ്റ്ററി, ഡെവലപ്മെന്റ്, എത്തിക്സ്, ക്രൈം സീൻ, അതിന്റെ ടൈപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 1-ലുള്ളത്. ദെൻ യൂണിറ്റ് 2 ആണെങ്കിലും എളുപ്പമാണ്. നമുക്ക് യൂണിറ്റ് 3, യൂണിറ്റ് 4 ഒക്കെയാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. സോ 10 യൂണിറ്റുകളുണ്ട്. 10 യൂണിറ്റുകളിൽ നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു, ഇപ്പൊ ഫോറൻസിക് സയൻസുകാർക്ക് അത് കുറച്ച് എളുപ്പമായിരിക്കും. സോ ഫോറൻസിക് അല്ലാത്തവരെ സംബന്ധിച്ച് ഒരു 50% നിങ്ങൾ അതിനകത്തൊന്ന് കവർ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു നമ്മുടെ ടാർഗറ്റ് 50 മാർക്കിൽ ടാർഗറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിനകത്ത് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി സബ്ജക്ട് അല്ലാത്ത 2 ടോപ്പിക്സ് ഉണ്ട്, അതിനകത്തുനിന്ന് ഒരു 50% വെച്ച് നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ സയന്റിഫിക് ഓഫീസർ, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി, എക്സാം ഡേറ്റ് നമ്മളുടെ മനസ്സിലുണ്ടാകണം. ഡിസംബർ 30 ഒക്ടോബർ, നവംബർ, ഡിസംബർ, കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക്. സോ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിന് എനിക്ക് തോന്നുന്നു ഒരു 25 ദിവസമൊക്കെ എടുക്കാനുള്ള ഒരു സമയം ഉണ്ട്. നല്ലപോലെ റിവിഷൻ ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലൈവായിട്ടുള്ള ക്ലാസ്സുകളും റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതലും നമ്മൾ ലൈവ്, നമ്മൾ ഡിസ്കഷൻസ് ആണ് കൂടുതൽ, നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് നമ്മൾ ലൈവിൽ കൂടുതലായിട്ട് ചെയ്യുന്നത്.
ചില പർട്ടിക്കുലർ ടോപ്പിക്സ് നമ്മൾ ലൈവിൽ ചെയ്യേണ്ട ചില ടോപ്പിക്സ് ഉണ്ട്, അതാണ് നമ്മൾ കൂടുതൽ ലൈവിൽ ചെയ്യുന്നത്. ദെൻ നമുക്ക് ക്ലാസ്സുകൾക്കെല്ലാം തന്നെ PDF നോട്ടുകൾ ഉണ്ടാവും, ടോപ്പിക് എക്സാമുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ മോക്ക് എക്സാമുകളും ഉണ്ടാവും. നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള എക്സാം ഉണ്ടാവും, ഓരോ ടോപ്പിക്കിനും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ക്ലാസ്സുകൾ എടുക്കുന്നത് CSIR നെറ്റ് ഫാക്കൽറ്റീസ് ആണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീമാണ് നിങ്ങളെ ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നത്. സോ ലാസ്റ്റ് സയന്റിഫിക് ഓഫീസർ ബയോളജി എക്സാം നമ്മുടെ 2024 നടന്ന ആ ഒരു എക്സാമിൽ 10ൽ 7 പേരും ഞങ്ങളുടെ കുട്ടികളാണ്. സോ നിങ്ങളെയും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര കോൺഫിഡൻസോടെ ഈ ഒരു കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സോ ഒട്ടും നിങ്ങൾ ടൈം കളയാതെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. സോ കോഴ്സിൽ ജോയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അധികം സമയമില്ല നമുക്ക്. സോ 3 സബ്ജക്റ്റ് നമുക്ക് തീർക്കാനായിട്ടുണ്ട്. സോ സിലബസ് മൊത്തം കവർ ചെയ്യുന്നതിലല്ല കാര്യം, ഫോക്കസ്ഡ് ആയിട്ട് സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ നല്ല ഒരു വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ആശംസകൾ. സോ താങ്ക് യു.